ഹായ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാൻ പോവുകയാണേ. ചെറുപയറാണ് നമ്മൾ എടുക്കുന്നത് ഇതിനു വേണ്ടി. ഇത് 3 മണിക്കൂർ നമ്മൾ കുതിർക്കാൻ വെക്കുക വെള്ളത്തിൽ. അതിനുശേഷം കുക്കറിനകത്ത് 4 വിസിൽ അടുപ്പിക്കാൻ വെക്കുക. 4 വിസിൽ മതി, കാരണം ഒരുപാട് വെന്ത് പോവരുത്. 4 വിസിൽ അടുപ്പിക്കുക. അതിനുശേഷം നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് പൊടിയാണ്. അരിപ്പൊടിയാണ് ഏറ്റവും നല്ലത്, പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ ഗോതമ്പ് പൊടി എടുക്കുക. അതിനുശേഷം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മയം കിട്ടാൻ വേണ്ടി മൈദ പൊടിയും കൂടെ എടുക്കുക. മൈദ ഓപ്ഷണലാണ്, വേണമെങ്കിൽ എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുക. ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ, ചപ്പാത്തി ആ രീതിയിൽ വേണം, അതിൻ്റെ ഒരു മയത്തിൽ വേണം കുഴച്ചെടുക്കാൻ. പിന്നെ അതേ നമ്മുടെ വിസിൽ കേട്ട് തുടങ്ങി. ഞങ്ങളിത് ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ പുറമേയുള്ള കാഴ്ചകളും കണ്ടിട്ടാണ് ചെയ്യുന്നത്. നമുക്കിവിടെ നിന്നുകൊണ്ട് തന്നെ എല്ലാം കാണാൻ പറ്റും കേട്ടോ. അതായത് നമ്മൾ സിറ്റി അല്ല, കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറിയിട്ടാണ് നമ്മുടെ ഫ്ലാറ്റ് ഉള്ളത്. പക്ഷെ നമുക്ക് വണ്ടി പോകുന്നതും ആൾക്കാർ പോകുന്നതും ഒക്കെ കാണാൻ പറ്റും. നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് ഡിഫൻസ് സെൻ്ററാണ് കേട്ടോ. നമ്മൾ ചെറുപയർ വെന്ത് തണുത്തു. അതിനുശേഷം നമ്മളിത് തേങ്ങാപ്പൊടിയാണ്, തേങ്ങാപ്പൊടി മീൻസ് തേങ്ങാപ്പീരയാണ് കേട്ടോ. നമുക്കിവിടെ എല്ലാം പാക്കറ്റിൽ കിട്ടുമല്ലോ. അപ്പോൾ തേങ്ങാപ്പീര എടുത്തു. അതിനുശേഷം ശർക്കരയാണ് എടുക്കുന്നത്. ശർക്കര എടുത്തു. നമ്മുടെ മാവ് കുറച്ച് മയമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ശർക്കരയുടെ കൂട്ടത്തിൽ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്ത്, നമ്മുടെ ഈ ചെറുപയർ ഒരുപാട് വേവാൻ പാടില്ല കേട്ടോ. കുറച്ച് മയത്തിൽ ഒരു 4 വിസിൽ, കറക്റ്റ് 4 വിസിൽ അടുപ്പിക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പ്ലേറ്റിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് മാവൊന്ന് പരത്തിയെടുക്കുന്നത്. നന്നായിട്ട് പരത്തിയിട്ട് അതിനകത്ത് ഇതുപോലെ ചെറിയ ഉരുളയാക്കി ചെറുപയർ ഉരുട്ടി അതിനകത്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ ഓരോരോ കുഞ്ഞ് ഉരുളകളാക്കി എടുത്തിട്ട് വേണം നമുക്ക് വെക്കാം. നമുക്കിവിടെ ഇഡ്ഡലിക്കുട്ടകം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒരു ചരുവ എടുത്തിട്ട് ഈ അരി വാർക്കുന്ന എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോരോ ഉരുളകളാക്കിയിട്ട് വലിപ്പോ ഷേപ്പൊക്കെ അവരുടെ ഇഷ്ടം പോലെ എടുത്താൽ മതി. ഇതിലും ചെറുത് വേണമെങ്കിലും ചെയ്യാം. അപ്പം നമുക്കത് ഇതുപോലെ എടുത്തിട്ട് ഓരോ ഉരുളകളാക്കിയിട്ടാണ് നമ്മളതിൽ വെക്കുന്നത്. പക്ഷെ ഞങ്ങളിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. കാരണം ഇഡ്ഡലിക്കുട്ടകമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ശരിയാവില്ല എന്നായിരുന്നു. പക്ഷേ നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് വെന്ത് കിട്ടിയതാണ്ട്. ഇതുപോലെ നമ്മൾ ഓരോ ഉരുളകളാക്കി ഇങ്ങനെ വെക്കുന്നു. ഫസ്റ്റ് ട്രിപ്പ് വെന്ത് കേട്ടോ. ഇനി നമ്മളത് വെന്തോ നോക്കുകയാണ്. നല്ലതുപോലെ ആവി വരുന്നില്ലേ, അപ്പം നമ്മളിനി വെന്തോ നോക്കണം. എന്നിട്ട് പിന്നെ എല്ലാവർക്കും വെന്തോ നോക്കുന്ന അറിയാമല്ലോ അല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ മാവ് അതിനകത്ത് പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ വെന്തിട്ടില്ല. മാവ് ആ സ്പൂണിലില്ലെന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് എടുക്കുന്നത്. നമ്മുടെ വെന്ത് കഴിഞ്ഞു. ഇതിന് പേരെന്താണെന്ന് അറിയില്ല. നല്ല അടിപൊളി സ്നാക്സ് ആയിരുന്നു, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.